അപ്പോൾ എന്തായി PBKS കിടിലൻ ടീമാന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പലർക്കും പറ്റുണ്ടായിരുന്നില്ല. കണ്ടില്ല നിങ്ങൾ യജാതി കളിയാണ്. കൂപ്പർ കനോലി ശരിക്കും കൂപ്പർ കനാലിയാണോ സൂപ്പർ കനാലിയാണോ എന്ന് അപ്പോൾ എനിക്ക് സംശയം. അജാതി കളിയല്ലേ അവൻ കളിച്ച്. പ്രസിദ്ധ കൃഷ്ണ വന്ന് 2 വിക്കറ്റൊക്കെ എടുത്ത് നോക്കി പേടിപ്പിച്ചാണ്. ആരെ ഈ PBKS നടക്കൂല മക്കളെ. ഇത് മൈറ്റി ഓസീസിൻ്റെ കുട്ടിയാ. ആര് സൂപ്പർ കനോലി. നമുക്ക് ഷാഹുൽ ഇന്നലെ വലിയ തള്ളലായിരുന്നല്ലോ. വിളിച്ചോക്കാം. ഇന്ന് സ്റ്റുഡിയോ പോയിട്ടില്ലേ, അപ്പോൾ അവൻ കേച്ചിലായി വിചാരിച്ചിട്ടുണ്ടാവും. വിളിച്ചോക്കാം. ഓൻ്റെ ആ വക തരികിടം നമ്മൾ വിടരുത്. റിങ്ങയുണ്ട് എടുക്കൂല തരികിടയിക്കാരം. ഇതൊക്കെ ഇവളെത്ര കണ്ടതാണ്. ഹലോ, എന്താ പാട്? ഇന്നിപ്പോ സ്റ്റുഡിയോക്ക് ഒന്നും കാണില്ലല്ലോ. അത് വിചാരിച്ചല്ലോ, കാരണം അമ്മായിരി കിട്ടലല്ലേ നല്ല സൂപ്പർ കനോലി. ഓന്റെ പേരിപ്പോ കൂപ്പർ കനോലി അല്ല സൂപ്പർ കനോലിയാന്ന് എല്ലാരും പറഞ്ഞത്. 72 റൺസാ ചെക്കൗട്ട് അടിച്ചത്. എന്തൊക്കെയാണ് തള്ളുകള് ഞങ്ങളുടെ ടീമിൽ. അതുണ്ട് ഇതുണ്ട് ലാസ്റ്റിലെ ബാറ്റിംഗ് ഉണ്ടായിട്ടാണ് കിട്ടിയത് സെറ്റപ്പ്. എന്നിട്ട് ഇപ്പൊ എന്നിട്ട് എന്താ നിങ്ങള് ബാറ്റിംഗ് ലൈനപ്പ് നോക്കി ആരിപ്പോ സ്കോർ ചെയ്തത്? കനോലി, പ്രഭ്സിമ്രാൻ ഞങ്ങൾ അതാണ് രണ്ടാളെ ബാറ്റ് ചെയ്തു. ബാക്കിയുള്ളവരെ മൊത്തം ഞങ്ങളെ പ്രസിദ്ധ കൃഷ്ണ അതെ നിങ്ങൾ പറയാനുള്ളത് പറയട്ടെ, എന്നിട്ട് പറയാ വിചാരിച്ചിട്ടാണ്. അതെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് ആര് പോയാലും ജയിച്ചു. നിങ്ങളെ കുറെ വലിയ ബട്ട്ലർ മറ്റേ മറിച്ച് 33 ബോളിൽ 38 വലിയ കളി. പിന്നെ പ്രിൻസ്. ഒരു മനുഷ്യനും അതെ തോറ്റ കഴിഞ്ഞപ്പോ അതല്ലേ തോണി അറിഞ്ഞ പുറമുള്ളതല്ലേ. അതെ ഫോമാണ്. കുറെ ബോളുകൾ നിന്നാണ്ട് ഇങ്ങനെ ആ ചെങ്ങായി അവസാനത്തെ 12 ബോൾ ഇപ്പൊ ഫേസ് ചെയ്തപ്പോഴേ 12 റൺസാണ് അടിച്ചത്. ഇതാണ് കളി. അതെ അപ്പൊ അതിന് കളി ചെയ്യോ? IPL ചെയ്യുന്നുള്ളൂ. സംശയമില്ല തോറ്റാണല്ലോ. ഇനി വേറെ സംശയത്തിന് ഇടല്ല. അതെ സൂചന ഏറ്റോണ്ടിരിക്കുള്ളൂ. ഞങ്ങളെ ചെക്കന്മാര് കണ്ടില്ല നിങ്ങള്. ആ കനോലി ഒന്ന് പോരെ, നിങ്ങളെ കൊണ്ട് ആവൂല. ഞങ്ങളെ സ്റ്റോയിനീസൊക്കെ ഡക്കായി ഒക്കെ ശരിയാണ്. അത് നോക്കണ്ട. ജയിച്ചല്ലോ 3 വിക്കറ്റിന് ജയിച്ചില്ലേ. നിങ്ങൾ ആകെ അടിച്ച 162 റൺസാണ്. അത് മതിയല്ലോ. നിങ്ങളടിച്ച റണ്ണ് മറികടന്നാൽ മതിയല്ലോ. അതിനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. പ്രസിദ്ധകൃഷ്ണ 2 വിക്കറ്റ് എടുത്തപ്പോഴേ നിങ്ങൾ കിടന്ന് ചാടി കളിച്ചു എന്തോ നേടിയെന്ന് അറിഞ്ഞാണ്ട്. മനസ്സിലായില്ല നിങ്ങൾക്ക്. നിങ്ങൾ ആയിട്ടില്ല ഏട്ടാ. എത്ര ഓവറിലായാലും കളി ജയിക്കാന്നുള്ളതിന് ആവശ്യം അത് ഞങ്ങൾ ചെയ്തിക്കണ്. പിന്നെത്താ അത് മതി. നിങ്ങൾക്ക് ഞങ്ങളെ സൂപ്പർ കനോലിന്റെ മുന്നിൽ മുട്ടിടിച്ച് തോറ്റ് വിരകി നിൽക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ അങ്ങനെ ഓരോന്ന് പറഞ്ഞു നടക്കാം. വർത്താനം പറഞ്ഞ കേട്ടാ വിചാരിച്ചു നിങ്ങളെ ടീം ജയിച്ചിക്കിടുന്ന്. നിങ്ങളെ കൊണ്ടാവൂല. പിരിച്ചിട്ടാളി മതിയെന്നേ. നിങ്ങള് 3 ആൾക്കാർ 10 റണ്ണിന്റെ മേലെ അടിച്ചിട്ട് മര്യാദക്ക് ഒരു ആക്സലറേറ്റ് ചെയ്ത് സ്കോർ ഉണ്ടാവാൻ പോലും പറ്റിയില്ല. നിങ്ങൾ ആകെ അടിച്ച 3 6 ഞങ്ങൾ അടിച്ച 14 6. ആ വ്യത്യാസം മാത്രം മതി കേട്ടാ. ആ പ്രസിദ്ധ കൃഷ്ണ 2-3 വിക്കറ്റ് എടുത്ത് എന്തോ ഭാഗ്യത്തിന്. അതിപ്പോ എന്നും ഉണ്ടാവൂല. പ്രസിദ്ധ കൃഷ്ണ സാധാരണ 4 കിട്ടുന്ന ആളല്ലേ. എന്തോ ഭാഗ്യത്തിന് 3 വിക്കറ്റ് എടുത്ത് അത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളാണ് ജയിച്ചെന്ന് വിചാരിച്ച്. ഒരിക്കലും ജയിക്കൂല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കാരണം എന്താ, ഞങ്ങളെ ചെക്ക അവിടെ ഉണ്ട്. മൈറ്റി ഓസീസിന്റെ കുട്ടിയാണത്. അത് മനസ്സിലായിക്കോളി കേട്ടാ. ഒരു ടാക്ടിക്സും ഇല്ല. നിങ്ങളെ കൊണ്ട് ആവൂല. തോറ്റാ പിന്നെ മിണ്ടാതെ അതങ്ങൾക്ക് നല്ലേ കേട്ടാ. അപ്പൊ ശരി, നിങ്ങളിങ്ങനെ ജയിച്ചെന്നും പറഞ്ഞ് നടന്നോളി. 3 പോയിന്റ് ഞങ്ങൾക്കുള്ളത്. അതൊന്ന് ഓർത്തോളി കേട്ടാ. ശരി.